സർക്കാർ ആശുപത്രികളിൽ പോയാൽ തുന്നിക്കെട്ടുന്ന സൂചി മുതല് പഞ്ഞി ഇതിനെല്ലാം ഷോർട്ടേജ് ആണെന്ന്. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഷോർട്ടേജ്? കാരണം ഈ പഞ്ഞിയും സൂചിയും കത്രിയും ഒക്കെ ഈ സർജറി ചെയ്യുന്നവരുടെ അകത്ത് വെച്ച് തുന്നിക്കെട്ടി വെച്ചിരിക്കുക. ഈ സർക്കാർ ആശുപത്രികളിൽ പോയിരിക്കുന്ന ആളുകളെ എല്ലാം ഒരു CT സ്കാനിങ് നടത്തിയാൽ എനിക്ക് തോന്നുന്നു അടുത്ത 5 വർഷത്തേക്ക് സർക്കാർ ആശുപത്രികൾ പ്രവർത്തിക്കാനായിട്ടുള്ള ഉപകരണങ്ങൾ അതിൽ നിന്ന് കിട്ടും. ഒരു രാത്രികാലം ആയിക്കഴിഞ്ഞാൽ നമുക്ക് റോഡിലേക്ക് ഇറങ്ങാൻ പേടിയാ. ഫുൾ തെരുവ് നായകളാണ്. ഒരുപാട് കൊച്ചു കുട്ടികളെ ഈ നായ്ക്കൂട്ടങ്ങൾ കൂട്ടമായിട്ട് കടിച്ച് കീറുന്നത് നമ്മൾ കണ്ടു. ഈ ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ കാണുമ്പോഴെങ്കിലും ഈ ഭരിക്കുന്നവർക്ക് ഇത് എങ്ങനെയും ഇതിനൊരു നടപടി എടുക്കണം എന്നുള്ളൊരു ഒരു തീരുമാനമുണ്ട്. എത്രത്തോളം ക്വാളിറ്റി ഉള്ള മന്ത്രിമാരുണ്ട് നമുക്ക്? ഒരു മന്ത്രിയാവാൻ അല്ലെങ്കിൽ ഒരു MLA ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയാകാൻ MP ആയിട്ട് വേണ്ട യോഗ്യത എന്ന് പറയുന്നത്, ഒന്ന് 10ാം ക്ലാസ്സും ഗുസ്തിയും പഠിക്കുക, 2 അവൻ എത്രമാത്രം ബസ് തല്ലിപ്പൊളിച്ചിട്ടുണ്ട്, എത്ര വ്യവസായങ്ങൾക്ക് തീയിട്ടിട്ടുണ്ട്, എത്ര വ്യവസായങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്, എത്ര ഹർത്താലുകൾ നടത്തിയിട്ടുണ്ട്, എത്ര പണിമുടക്കം നടത്തിയിട്ടുണ്ട്, എത്ര പ്രാവശ്യം പോലീസിനെ നിയമം കയ്യിലെടുത്തിട്ട് പൊതു സ്വത്തുകൾ നശിപ്പിച്ചിട്ടുണ്ട്, അവൻ എത്ര പ്രാവശ്യം ജയിലിൽ പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് അവരെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സർ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ആരോഗ്യ കേരളത്തിൽ ഒന്നാമതാണെന്ന് ആണ് പറയുന്നത്. എന്നാൽ ഈ ഒരു വർഷം ആരംഭിച്ചിട്ട് ഇപ്പൊ 3 മാസമേ ആവുന്നുള്ളൂ. ഇതിനോടകം തന്നെ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടു. കത്രിക വയറ്റിൽ മറന്നു വെച്ച സംഭവം, അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് അവിടെ കൂട്ടുകിടക്കാൻ വന്ന ഒരു അമ്മ മരിച്ച സംഭവം, അത്തരത്തിൽ പിന്നെ ഒരു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയത്, അത് വളരെ ചെറിയൊരു കുട്ടിയുടേതാണ്. അത്തരത്തിൽ വളരെ ദാരുണമായ സംഭവങ്ങളാണ് നമ്മളിപ്പോ കാണാനായത്. എന്നാൽ നമ്മുടെ മന്ത്രിമാരെല്ലാം അമേരിക്കയ്ക്ക് പറക്കുകയാണ്. ഈ ആരോഗ്യ കേരളത്തിൽ ഒന്നാമതായ കേരളത്തിലൊന്നും അവർ ചികിത്സ തേടാതെ അവർ അമേരിക്കയിലേക്കൊക്കെ, അത് നമ്മുടെ പൈസ ചെലവാക്കിയാണ് അവർ പോകുന്നത്. അപ്പോ ഇതേ സമയത്ത് നമുക്കിവിടെ എയിംസ് കേരളത്തിൽ കൊണ്ടുവരുമെന്നാണ് ഈ പ്രകടന പത്രികയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. എയിംസ് വന്നാൽ ഒരുപാട് നല്ല സംഭവങ്ങൾ, അതായത് ഗവേഷണങ്ങളും അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ കേരളത്തിന് ഒരു താങ്ങാവും. അപ്പോൾ ഈ ഒരു എയിംസിന്റെ വരവിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി തരാം. ആദ്യമായിട്ട് നമ്മൾ ഈ കത്രിക അകത്ത് വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിപ്പോ ഒരു കത്രിക നമ്മൾ കണ്ടെത്തിയതാണത്. ഇവിടെ നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, സർക്കാർ ആശുപത്രികളിൽ പോയാൽ തുന്നിക്കെട്ടുന്ന സൂചി മുതല് പഞ്ഞി ഇതിനെല്ലാം ഷോർട്ടേജ് ആണെന്ന്. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഷോർട്ടേജ്? കാരണം ഈ പഞ്ഞിയും സൂചിയും കത്രിയും ഒക്കെ ഈ സർജറി ചെയ്യുന്നവരുടെ അകത്ത് വെച്ച് തുന്നിക്കെട്ടി വെച്ചിരിക്കുക. അപ്പോ ഈ സർക്കാർ ആശുപത്രികളിൽ പോയിരിക്കുന്ന ആളുകളെ എല്ലാം ഒരു CT സ്കാനിങ് നടത്തിയാൽ എനിക്ക് തോന്നുന്നു അടുത്ത 5 വർഷത്തേക്ക് സർക്കാർ ആശുപത്രികൾ പ്രവർത്തിക്കാനായിട്ടുള്ള ഉപകരണങ്ങൾ അതിൽ നിന്ന് കിട്ടും. അതവിടെ നിൽക്കട്ടെ. അപ്പോ ഇതൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ നമ്മുടെ നാട് ഭരിക്കുമ്പോ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് ഈ മരണവും, കുട്ടികളുടെ കൈ കണ്ടിച്ചു കളയുക, കത്രിക അകത്ത് വയ്ക്കുക, പ്രായമുള്ള ആളുകൾ മരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. ആർക്കും ഈ നാടിനോട്, ഈ ഭരിക്കുന്നവർക്ക് വോട്ട് ചോദിക്കുമ്പോൾ കൈകൂപ്പി നിൽക്കുന്നതല്ലാതെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അഹങ്കാരത്തോടെ ഈ നാടിനെ കൊള്ളയടിക്കാനായിട്ട്, ജനങ്ങളുടെ രക്തമൂറ്റി കുടിക്കാനായിട്ടുള്ള പരിപാടികളാണ് അവർ ചെയ്യുന്നത്. അതല്ലാതെ ഈ തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ തങ്ങളെ ഈ സ്ഥാനത്ത് വെച്ചിരിക്കുന്ന ഈ നാടിനോടോ ജനങ്ങളോടോ 1% പോലും കടപ്പാടില്ല എന്നുള്ളതാണത്. 1% ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. അപ്പോ ഇവിടെ NDA കാണുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ആരോഗ്യ മേഖലയിൽ വലിയൊരു കോളിളക്കം ഉണ്ടാക്കുക. യഥാർത്ഥത്തിൽ ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആധുനികമായിട്ടുള്ള ചികിത്സകള്, ഗവേഷണങ്ങൾ ഇതൊക്കെ നടത്തി കൂടുതൽ അതിന്റെ ലഭ്യത ഉറപ്പ്. അതിനാണ് നമ്മൾ വർഷങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് എയിംസ്. ഇത് വരാതിരുന്നതിന്റെ ഒരു കാരണം തന്നെ ഇവിടുത്തെ സർക്കാരുകളുടെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനോടുള്ള അവരുടെ മനോഭാവം കൊണ്ടാണത്. അവര് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിരുന്നെങ്കിൽ കേന്ദ്രം പണ്ടേ ഇത് കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ അത് എടുക്കാനോ അത് കൊണ്ടുവരാനോ അവര് തയ്യാറായിരുന്നില്ല. അവർക്ക് അത് അതിന്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് വരാതിരുന്നത്. ഇപ്പോ അത് വളരെ പ്രൗഢഗംഭീരമായിട്ട് NDAയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ഈ എയിംസ് ഇവിടെ കൊണ്ടുവരും എന്ന്. അത് വലിയൊരു, കേരളത്തിനെ സംബന്ധിച്ച് വലിയൊരു മുതൽക്കൂട്ടാണെന്ന് ഞാൻ പറയുന്നത്. അതെ. അതുപോലെ മനുഷ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്
തെരുവുനായ ശല്യത്തിനും ഉം. നമ്മുടെ സീറോ ടോളറൻസ്, അതുപോലെ തന്നെ ലഹരി വിമുക്തം, ഉം. ഇത്തരത്തിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് ഇവിടെ കാണാനായി. ഉം. ഇത്തരത്തിൽ മറ്റൊരു പ്രകടന പത്രികയെന്നല്ല, ഉം. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു മന്ത്രിമാരോ MLA മാരോ ഇതുവരെ സംസാരിക്കുന്നത് നമ്മൾ ആരും കേട്ടിട്ടില്ല. അപ്പോ അത് ഇതിൽ കൊണ്ടുവന്നത് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. ഉം. കാരണം കേരളത്തിൽ ഇന്ന് ഒരു രാത്രികാലം ആയിക്കഴിഞ്ഞാൽ നമുക്ക് റോഡിലേക്ക് ഇറങ്ങാൻ പേടിയാ. ഉം. ഫുൾ തെരുവുനായകളാണ്. ഉം. അതുപോലെ നമ്മുടെ കുട്ടികളൊക്കെ ലഹരി ഉപയോഗിച്ച് വഴിതെറ്റി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോ അതിനെ ഒന്ന് നമുക്ക് അല്ല, ഇതില് ഈ നമ്മുടെ ഭരിക്കുന്നവർക്ക് അവർക്ക് യാതൊരു വിധത്തിലുള്ള കടപ്പാടും ജനങ്ങളോടില്ല എന്ന് ഞാൻ സൂചിപ്പിക്കണ്ടേ? ഒരു ഉത്തരവാദിത്വവുമില്ല. അവര് ഭരണത്തിൽ കയറുന്നത് ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടല്ല. അവര് സ്വയം അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, അവരുടെ പാർട്ടി വളർത്താൻ വേണ്ടിയിട്ട്, രാഷ്ട്രീയം വളർത്താൻ വേണ്ടിയിട്ടാണ് ഭരണത്തെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാതിരിക്കുന്നതും പരിഹരിക്കപ്പെടാതിരിക്കുന്നതും. ഇവിടെ നമുക്കറിയാം, കേരളത്തില് നമ്മള് കാലങ്ങളായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗുരുതരമായുള്ള പ്രശ്നമാണ് തെരുവ് നായ ആക്രമണം. ഒരുപാട് കൊച്ചു കുട്ടികളെ ഈ നായ്ക്കൂട്ടങ്ങൾ കൂട്ടമായിട്ട് കടിച്ച് കീറുന്നത് നമ്മൾ കണ്ടു. അപ്പോ പല കുട്ടികൾ, എത്ര കുട്ടികള് പേവിഷബാധ കൊണ്ട് മരണപ്പെട്ടിരിക്കുന്നു. ഈ ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ കാണുമ്പോഴെങ്കിലും ഈ ഭരിക്കുന്നവർക്ക് ഇത് എങ്ങനെയും ഇതിനൊരു നടപടി എടുക്കണം എന്നുള്ളൊരു ഒരു തീരുമാനം എടുക്കണ്ടേ? അതിന് പകരം അവര് അതിനെയൊക്കെ വളരെ ലാഘവത്തോടെയാണ് കാണുന്നത്. പക്ഷേ NDA അത് വലിയൊരു സീരിയസ് ഇഷ്യൂ ആയിട്ടെടുത്തു. ഈ കേരളത്തിന്റെ പ്രശ്നമായിട്ടെടുത്തു. കേരളത്തിലെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് കുട്ടികളുടെ സുരക്ഷയെ ഓർത്ത്, എല്ലാവരുടെയും സുരക്ഷയെ ഓർത്തിട്ട് എടുത്ത ഒരു തീരുമാനമാണ് ഈ തെരുവ് നായ ശല്യം പൂർണ്ണമായിട്ടും പരിഹരിക്കാനായിട്ടുള്ള പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡ്രഗ്സ്, നമുക്കറിയാം ഇന്ന് ഓരോ അച്ഛനമ്മമാരെയും ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് തങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചാൽ അവർ സുരക്ഷിതരല്ല. കാരണം സ്കൂളുകൾക്ക് ചുറ്റും, കോളേജുകൾക്ക് ചുറ്റും, എല്ലാ കോളേജുകളിലും പരിസരങ്ങളിലും ലഹരി അല്ലെങ്കിൽ മയക്കുമരുന്ന്, ഏത് രീതിയിലുള്ള മയക്കുമരുന്നുകൾ ലഭ്യമാക്കുന്ന രീതിയിലേക്ക് കേരളം വളർന്നു. കേരളം മയക്കുമരുന്നിന്റെ ഒരു തലസ്ഥാനമായിട്ട് മാറി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് കേസുകളും ഡ്രഗ്സും പിടിക്കപ്പെടുന്നത് കേരളത്തിലായി മാറി. അപ്പൊ അതിന് പോലും യാതൊരു വിധ ഒരു ശ്രദ്ധയും കൊടുക്കാതെ, ഇവിടുത്തെ കുട്ടികളുടെ ഭാവി ഓർക്കാതെ, ഇവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയെങ്കിലും പരിസരത്ത് നിന്ന് ഇത് തുടച്ചു നിൽക്കുക എന്നുള്ള ഒരു ശ്രമം ഇവർ നടത്തിയില്ല. അപ്പോൾ അവിടെയും NDA ഒരു സ്റ്റെപ്പല്ല 10 സ്റ്റെപ്പ്, അതായത് പൂർണ്ണമായിട്ടും കേരളത്തെ ലഹരി വിമുക്തമാക്കി അച്ഛനമ്മമാരുടെ സുരക്ഷിതത്വം, കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് ഒരു നയപരിപാടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്രൈംസ് കുറച്ച് കൊണ്ടുവരാനായിട്ട് ഒരു ദിവസം 2000 കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ ആരും ഇത് കുറച്ചു കൊണ്ടുവരാനോ, എന്തുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നു, ഇതെങ്ങനെ പരിഹരിക്കാം, ഇതിനൊന്നും ശ്രമിച്ചിട്ടില്ല. അവിടെയും NDA അതിന് പരിഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ 50% കുറയ്ക്കുക, ഘട്ടം ഘട്ടമായിട്ട് 80% കുറ്റകൃത്യം കുറച്ച് കൊണ്ടുവരിക, കുറ്റകൃത്യങ്ങൾ പൂർണ്ണമായിട്ടും തടയുക. ആ ഒരു പദ്ധതി കൂടി ഇതിൽ നടപ്പിലാക്കുന്നതോടുകൂടി കേരളത്തിനെ സംബന്ധിച്ച് ജനങ്ങളുടെ സുരക്ഷ 100% ഉറപ്പാക്കി ആർക്കും ഏത് സമയത്തും ഏതിലെയും രാത്രിയും പകലും ഇറങ്ങി നടക്കാനായിട്ടുള്ള ഒരു സാഹചര്യം കൊണ്ടുവന്നിരിക്കുക. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് നമ്മുടെ എല്ലാ +2 വരെയുള്ള സ്കൂളുകളെല്ലാം സൗജന്യ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ആക്കാൻ നമ്മുടെ NDA മുൻകൈ എടുത്തിരിക്കുന്നു. അത് നമുക്കിവിടെ കാണാനായി. ഒരുപാട് അച്ഛനമ്മമാർക്ക്, അതായത് സാധാരണക്കാരായ അവരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല രീതിയിലുള്ള സിലബസുകൾ അത് വരണം എന്നൊക്കെ, അതായത് അതെല്ലാം കൂടി, അതായത് സിലബസുകളുടെ മാറ്റം കൂടി ഈ ഒരു പ്രകടന പത്രികയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കാൻ? ഇതില് നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, കേരളത്തിൽ നിന്ന് കുട്ടികള്, യുവാക്കള് നാട് വിട്ടു പോകുന്ന തൊഴിൽ തേടിയാണെങ്കിൽ ഇന്ന് കുട്ടികളും അതുപോലെ തന്നെ ഒരുപാട് യുവജനങ്ങളും ഈ നാട് വിട്ടു പോകുന്ന വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ വീമ്പിളക്കുന്നുണ്ട്, കേരളത്തിലാണ് ഏറ്റവും 100% ലിറ്ററസി ഒക്കെ പറയുന്നുണ്ടെങ്കിലും ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോ ഇവിടെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, 12ാം ക്ലാസ് വരെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഇംഗ്ലീഷ്
മീഡിയം വിദ്യാഭ്യാസം സൗജന്യമായിട്ട് കൊടുക്കുന്നു എന്നുള്ളത് അതൊരു ചരിത്ര സംഭവമാണ്. കാരണം ഇന്ന് ഈ സർക്കാർ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നത് തീരെ നിവൃത്തിയില്ലാത്ത നിർധനരായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്വകാര്യ സ്കൂളുകളിൽ അവർ പോകുള്ളൂ, അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലേ പോകുള്ളൂ. അപ്പൊ എയ്ഡഡ് സ്കൂളിൽ പോലും വിടാൻ സാധ്യതയില്ലാത്ത, പഠിപ്പിക്കാൻ സാധ്യതയില്ലാത്ത കുട്ടികളാണ് സർക്കാർ സ്കൂളുകളിൽ പോകുന്നത്. അപ്പോൾ അവർക്ക് പല പഞ്ചായത്തുകളിലും ഒന്നല്ലെങ്കിൽ 4-ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 7-ാം ക്ലാസ് വരെയുള്ളൂ. ഇവിടെ NDA മുന്നോട്ട് വയ്ക്കുന്നത് എന്താണത്? എല്ലാ പഞ്ചായത്തുകളിലും സർക്കാർ സ്കൂളുകളില് 12-ാം ക്ലാസ് വരെ ഓപ്ഷണലായിട്ട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം, നിർബന്ധിത വിദ്യാഭ്യാസമല്ല, താല്പര്യമുണ്ടെങ്കിൽ 12-ാം ക്ലാസ് വരെ സൗജന്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കുന്നു. അപ്പോ കേരളത്തിനെ സംബന്ധിച്ച് ഇന്ന് ലോകം വളരുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ കുട്ടികള് ഇംഗ്ലീഷ് പഠിക്കുകയും വായിക്കാനും സംസാരിക്കാനുമായിട്ടുള്ള കേപ്പബിലിറ്റി വരികയാണത്. അപ്പൊ അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ തുടർ വിദ്യാഭ്യാസത്തിന് അന്യ സംസ്ഥാനങ്ങളിലോ ഇവിടെ തന്നെയോ അല്ലെങ്കിൽ തുടർന്നുള്ള ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇന്ന് ഇംഗ്ലീഷ് ഇല്ലാതെ പറ്റില്ല. അപ്പൊ ഇംഗ്ലീഷ് മസ്റ്റാണ് ഏത് കാര്യത്തിനും. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നിർധനരായിട്ടുള്ള പാവപ്പെട്ട കുടുംബങ്ങളെ സംബന്ധിച്ച് അവരുടെ അച്ഛനമ്മമാർക്ക് ഏറ്റവും സന്തോഷമുണ്ടാകുന്ന ഒരു പദ്ധതിയാണ് ഈ 12-ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. അത് കൂടാതെ വേറൊന്ന്, നമ്മൾ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ ബുക്ക് വായിച്ച് പഠിക്കുന്നു. പലരും ജീവിതത്തിട്ട് വരുമ്പോൾ ഫെയിലിയർ ആവുകയാണ്. അതിന് കാരണം അവർക്ക് സാങ്കേതികമായിട്ട് അവർക്കുള്ള പരിശീലനം കിട്ടുന്നില്ല. അപ്പൊ ഇവിടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യ കൂടി അല്ലെങ്കിൽ പരിശീലനം കൂടി അതോടൊപ്പം കൊടുത്തു കഴിയുമ്പോൾ ഇത് രണ്ടും കൂടി കിട്ടുന്ന സമയത്ത് ആ വിദ്യാഭ്യാസ സമ്പ്രദായം ജീവിതത്തിലുടനീളം അവർക്ക് പ്രയോജനകരമായിട്ട് വരും. അതും വലിയൊരു, കേരളത്തിന് പ്രത്യേകിച്ച് ഇപ്പോൾ ജനിച്ച് വളർന്നു വരുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനം കിട്ടുന്ന, അച്ഛനമ്മമാർക്ക് ഏറ്റവും സന്തോഷമുള്ള 2 പദ്ധതികളാണ് അതിൽ കൂടി NDA നടപ്പിലാക്കുന്നത്. തീർച്ചയായും. ഇത് കണക്ട് ചെയ്തിട്ട് ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് പ്രകടന പത്രികയിൽ നിന്ന് മാറി എന്നുള്ള ഒരു ചോദ്യമാണ്. അതായത് നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞത് വിദ്യാഭ്യാസത്തിലെ ക്വാളിറ്റി നിലനിർത്തുമെന്നാണ്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ മന്ത്രിസഭയിലേക്ക് എടുത്ത് നോക്കാം. എത്രത്തോളം ക്വാളിറ്റി ഉള്ള മന്ത്രിമാരുണ്ട് നമുക്ക്? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ടെന്ന് പോലും അറിയാത്ത, മര്യാദയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത, അല്ലെങ്കിൽ വായിക്കാൻ പോലും അറിയാത്ത ഇഷ്ടംപോലെ മന്ത്രിമാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരെല്ലാം ഈ പാർട്ടിയെ പിന്തുണച്ച് കയ്യിൽ കൊടിയേന്തി വന്ന ആ ഒരു പിന്നെ ക്വാളിറ്റി മാത്രമാണ് അവർക്കുള്ളത്. അതിനെ എങ്ങനെയാണ് നോക്കാറ്? ഇവിടെ നമ്മുടെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു മന്ത്രിയാവാൻ അല്ലെങ്കിൽ ഒരു MLA ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയാകാൻ MP ആയിട്ട് വേണ്ട യോഗ്യത എന്ന് പറയുന്നത്, 1 10-ാം ക്ലാസ്സും ഗുസ്തിയും പഠിക്കുക, 2 അവൻ എത്രമാത്രം ബസ് തല്ലിപ്പൊളിച്ചിട്ടുണ്ട്, എത്ര വ്യവസായങ്ങൾക്ക് തീയിട്ടിട്ടുണ്ട്, എത്ര വ്യവസായങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്, എത്ര ഹർത്താലുകൾ നടത്തിയിട്ടുണ്ട്, എത്ര പണിമുടക്കം നടത്തിയിട്ടുണ്ട്, എത്ര പ്രാവശ്യം പോലീസിനെ നിയമം കയ്യിലെടുത്തിട്ട് പൊതു സ്വത്തുകൾ നശിപ്പിച്ചിട്ടുണ്ട്, അവൻ എത്ര പ്രാവശ്യം ജയിലിൽ പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് അവരെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുത്താണ് തെരഞ്ഞെടുപ്പിൽ ഈ LDFും UDF ഒക്കെ മത്സരിപ്പിക്കുന്നത്. അവര് MLA ആകുന്നു, മന്ത്രിയാകുന്നു. അതിൽ കൂടുതൽ എന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? അവരിൽ നിന്ന് അതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ അങ്ങനെയുള്ള ആ ഒരു സംവിധാനം മാറണം. നമ്മൾ ഒരു MLA ആകേണ്ടതിന്, ഞാൻ പറയുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ ആവണമെങ്കിൽ കൂടി ഒരു മിനിമം ക്വാളിഫിക്കേഷൻ, അക്കാഡമിക് ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ ഒരു പ്രായപരിധി ഒക്കെ വെക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ 82 വയസ്സായിട്ടുള്ള മുഖ്യമന്ത്രി മത്സരിക്കുന്നുണ്ട്. ഈ മുഖ്യമന്ത്രിക്ക് ഒരു സ്റ്റെപ്പ് കയറാൻ പോലും സാധിക്കില്ല. ഒന്ന് കാറിലേക്ക് കയറണമെങ്കിൽ പിടിച്ചു കയറ്റണം. അതുപോലെയുള്ള ആളുകൾ മത്സരിക്കുന്ന, ഇനി ഒരു 5 വർഷം കൂടി പോകണം എന്ന് ഓർക്കണം. അപ്പൊ ഇതുപോലെയുള്ള ഈ തെരഞ്ഞെടുപ്പില് ആർക്കും മത്സരിക്കാം. അവരുടെ ആരോഗ്യം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ പ്രായം, ഇതെല്ലാം ഒരു കണ്ടീഷനിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അതിന്റെ ശാപം അനുഭവിക്കാൻ പോകുന്ന ഈ നാടായിരിക്കും, ഈ കേരളമായിരിക്കും. മറിച്ച് നമ്മുടെ NDAയുടെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ, ഇപ്പൊ 2020 സ്ഥാനാർത്ഥികൾ എടുത്താൽ തന്നെയും അവര് രാഷ്ട്രീയത്തിൽ സമരം നടത്തിയവരോ ബസ് അടിച്ചു പൊളിച്ചവരോ സ്ഥാപനങ്ങൾ പൂട്ടിച്ചവരോ അല്ല. അവരെ സംബന്ധിച്ച് വിവിധ മേഖല, കൃഷിക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്,
ബിസിനസ്സുകാരുണ്ട്, വക്കീലന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്. അപ്പൊ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളുടെ ഈ പറയുന്ന നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് വന്നു കഴിഞ്ഞാല് വിവിധ മേഖലകളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും അത് വിലയിരുത്താനും അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. അല്ലാതെ ബസ് തല്ലിപ്പൊളിക്കുന്നവനെയും ഫാക്ടറി തല്ലിപ്പൊളിക്കുന്നവനെയും ഫാക്ടറി തീയിടുന്നവനെയും പോലീസുകാരെ ആക്രമിക്കുന്നതും പൊതുമുതൽ നശിപ്പിക്കുന്നവരെയും മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം വികസനത്തിലേക്ക് കുതിക്കുന്നു, ലോകം വികസനത്തിലേക്ക് കുതിക്കുന്നു, കേരളം മാത്രം പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. അതെ, തീർച്ചയായും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ 4.5 ലക്ഷം കോടി കടമായിട്ട് എടുത്ത് നിൽക്കുന്നതും അത് നമ്മളിനി ബാക്കിയുള്ള കാലം അടച്ചു തീർക്കേണ്ടി വരുന്നത്.